Next, seventh program. Write a program to count the number of words, sentence, uppercase letters, lowercase letters and special symbol in a text stored in file. അപ്പം ഒരു ഫയലിൽ സ്റ്റോർ ചെയ്തതിൻ്റെ അകത്ത് വേർഡ്സ് എത്രയുണ്ട്, സെൻറ്റൻസ് എത്രയുണ്ട്, അപ്പർ കേസ് ലെറ്റേഴ്സ് എത്രയുണ്ട്, ലോവർ കേസ് ലെറ്റേഴ്സ് എത്രയുണ്ട്, സ്പെഷ്യൽ സിമ്പിൾസ് എത്രയുണ്ടെന്ന് നമ്മൾ കൗണ്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതാണ് ഒരു ഫയൽ, എഫ് ഓപ്പൺ എഫ് ക്ലോസ്ഡ്, ഇതാണ് ഫയല്. ആ ഫയലിൽ സാമ്പിൾ എന്ന് പറയുന്ന ഫയലാണ്, അത് TXT ഫയലാണ്, റൈറ്റ് മോഡിലാണ്. അതിനകത്തുള്ളത് എഴുതിയിരിക്കുന്നത് ഹലോ വേൾഡ് ദിസ് ഈസ് പൈത്തൺ ഫയൽ ഹാൻഡ്ലിംഗ് ഈസ് എ ഫൺ ഈസ് ഇൻ ഇറ്റ്, അതാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഫയൽ എന്ത് ചെയ്യണം, ഫയലിൽ നമ്മൾ ഇത് വേണ്ട ഫങ്ഷൻ അനാലിസ് ദ ടെക്സ്റ്റ് ഫയൽ നെയിം എന്ന് പറയുന്നത് ഇവിടെ സാമ്പിളാണ്. ദെൻ അത് റീഡ് ചെയ്തു. ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള റീഡ് ചെയ്തതാണ്. അപ്പോൾ ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ, ഹലോ വേൾഡ് ദിസ് ഈസ് പൈത്തൺ ഫയൽ ഹാൻഡ്ലിംഗ് ഈസ് എ ഫൺ ഈസ് ഇൻ ഇറ്റ്, അതാണ് ടെക്സ്റ്റ്. ഇനി അതിൻ്റെ അകത്തുള്ള വേർഡ് കൗണ്ട് ചെയ്യുവാണ്. വേർഡ് കൗണ്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് വേർഡ് സ്പ്ലിറ്റ് ബൈ വൈറ്റ് സ്പേസ് ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്യും. വൈറ്റ് സ്പേസ് ഉപയോഗിച്ചാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഒരു സ്പ്ലിറ്റിങ് 2, 3, 4, 5, ഈ ഡോട്ടാണെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്യല, 6, 7, 8, 9. ഇപ്പോൾ ഇത് ലാസ്റ്റ് വൺ ഇല്ല. അപ്പോൾ 10 വേർഡ്സ് ആണ് കിട്ടുക. 10 വേർഡ്സ് ഔട്ട്പുട്ടിൽ നോക്കിയേ, വേർഡ്സ് 10. അത് ഏതൊക്കെയാണ് വേർഡ്സ് എന്ന് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഹലോ വേൾഡ് ദിസ് ഈസ് പൈത്തൺ ഫയൽ ഹാൻഡ്ലിംഗ് ഈസ് ഫൺ ഈസ് ഇൻ ഇറ്റ്, ഇതാണ് വേർഡ്സുകളില്ല. 10 വേർഡ്സ് ആണ്. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ സെൻറ്റൻസ് എത്രയുണ്ടെന്ന് നോക്കണം. ഇതുണ്ട് ഇവിടെ ടെസ്റ്റ് സ്പ്ലിറ്റ്, വൈറ്റ് സ്പേസ് കൂടി നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. വേർഡ് കൗണ്ട്, ലെങ്ത് ഓഫ് വേർഡ്സ്, പ്രിൻ്റ് വേർഡ്സ് പ്രിൻ്റ് ചെയ്യണം. അതിപ്പോൾ 10 വേർഡ്സോടെ 10 വേർഡ്സോടെ പ്രിൻ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ സെൻറ്റൻസ് കൗണ്ട് നോക്കണം. സെൻറ്റൻസ് കൗണ്ട് ഈസ് ഈക്വൽ ടു 0 ഫോർ ക്യാരക്ടർ ഇൻ ടെക്സ്റ്റ്. ഈ CH ഇൻ ഇതാണ്, ഇതിൻ്റെ അകത്ത് ഡോട്ട് ക്വസ്റ്റ്യൻ മാർക്ക് എക്സ്ക്ലമേഷൻ, ഇത് 3 ഉണ്ടെങ്കിൽ സെൻറ്റൻസ് കൗണ്ട് ഈക്വൽ ടു പ്ലസ് സെൻറ്റൻസ് കൗണ്ട് പ്ലസ് ഈക്വൽ ടു 1, ഒന്ന് കൂടും. ഇതിലേതെങ്കിലും ഇത് വെച്ചിട്ടാണ് നമ്മൾ സെൻറ്റൻസ് കൗണ്ട് ചെയ്യുക. സെൻറ്റൻസ് കൗണ്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത് 3 എണ്ണം. ഇതാണ് ഒന്നും കൂടെ പറയാം, സെൻറ്റൻസ് കൗണ്ട് ചെയ്യാനായിട്ട് എടുക്കുന്ന 3 എണ്ണം ഏതൊക്കെയാണ്? ഒന്ന് ഡോട്ട്, ഒന്ന് ക്വസ്റ്റ്യൻ മാർക്ക്, ഒന്ന് എക്സ്ക്ലമേഷൻ. അത് വെച്ച് സെൻറ്റൻസ് കൗണ്ട് ചെയ്യും, എത്ര സെൻറ്റൻസ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ സെൻറ്റൻസ് എത്രയുണ്ടെന്ന് നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. ഇതാ ഇവിടെ 1, പിന്നെ ഈ ഡോട്ട് വെച്ച് 1, പിന്നെ 1, 3 സെൻറ്റൻസ് ആണുള്ളത്, പിന്നെ ഒന്നുമില്ല. ഇതാ ഈ ക്വസ്റ്റ്യൻ മാർക്ക് അവസാനമാണ്. അപ്പം സെൻറ്റൻസ് 3 ഇതുണ്ടോ, സെൻറ്റൻസ് 3. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അപ്പർ കേസ്, ലോവർ കേസ്, സ്പെഷ്യൽ ക്യാരക്ടർ, അതാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം അപ്പർ കൗണ്ട് 0, ലോവർ കൗണ്ട് 0, സ്പെഷ്യൽ കൗണ്ട് 0 ഫോർ ക്യാരക്ടർ ഇൻ ടെസ്റ്റ്. ക്യാരക്ടർ ഈസ് അപ്പർ, അങ്ങനെയാണെങ്കിൽ അപ്പർ കൗണ്ട് എന്ത് ചെയ്യും, 1 കൂടും. ലോവർ ആണെങ്കിൽ ലോവർ കൗണ്ട് 1 കൂടും. ഇനി അതിൻ്റെ അകത്തുള്ള ഈ ക്യാരക്ടർ ഡിജിറ്റും അല്ല സ്പേസും അല്ലെങ്കിൽ എന്തായിരിക്കും, ക്യാരക്ടർ ഡിജിറ്റും അല്ല സ്പേസും അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്പെഷ്യൽ ക്യാരക്ടർ ആയിരിക്കും. ക്യാരക്ടർ ഇതൊന്നും അല്ലെങ്കിൽ നോട്ട് എ ലെറ്റർ, നോട്ട് എ നമ്പർ, നോട്ട് എ സ്പേസ്, ഇത് 3ഉം അല്ലെങ്കിൽ അതൊരു സ്പെഷ്യൽ ക്യാരക്ടറാണ്. അപ്പോൾ എന്ത് ചെയ്യും, സ്പെഷ്യൽ സിമ്പലാണ്. അപ്പോൾ സ്പെഷ്യൽ സിമ്പൽ 1 കൂടും. ദെൻ നമ്മൾ പ്രിൻ്റ്, വേർഡ് കൗണ്ട്, സെൻറ്റൻസ് കൗണ്ട്, അപ്പർ കൗണ്ട്, ലോവർ കൗണ്ട്, സ്പെഷ്യൽ കൗണ്ട്.
അത് കഴിഞ്ഞിട്ട് ഫയൽ നെയിം, ക്രിയേറ്റ് എ ഫയൽ വിത്ത് ടെക്സ്റ്റ്, അനാലിസ് ടെസ്റ്റ് ഫയൽ നെയിം. ടെസ്റ്റ് ഫയൽ നെയിം നമ്മൾ ആദ്യത്തെ ഡെഫിനേഷൻ ഉപയോഗിച്ച് അനാലിസ് ചെയ്യും. അപ്പോൾ ഇവിടെ കിട്ടിയത് അപ്പർ ലെറ്റേഴ്സ് 5, ലോവർ ലെറ്റേഴ്സ് 40, സ്പെഷ്യൽ സിംബൽസ് 5. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിതിൻ്റെ കോഡൊന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് കോഡ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇതാണ് അതിൻ്റെ കോഡ്. ആദ്യത്തെ പാർട്ടിൻ്റെ കോഡ് അത് ഓർത്തിരിക്കുക. ദെൻ സെക്കൻഡ്, ഓക്കെ, താങ്ക് യു.